പേരൂർക്കടയിൽ ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പേരൂർക്കട ASIക്ക് സസ്പെൻഷൻ. ASI പ്രസന്നനെയാണ് സസ്പെൻഡ് ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണറുടേതാണ് നടപടി. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. സുലേഖ, അന്ന് തന്നെ ഈ SI പ്രസാദിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ബിന്ദു പറഞ്ഞിരുന്നു മറ്റ് 2 ഉദ്യോഗസ്ഥർ കൂടിയുണ്ട് തന്നെ മാനസികമായി പീഡിപ്പിച്ചു. അതിൽപ്പെട്ട ഒരാളാണോ ഈ പ്രസന്നൻ എങ്ങനെയാണ് ഈ ബിന്ദുവിനോട് അപമര്യാദയായി പെരുമാറിയത്? സിജു, എന്തായാലും ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും, പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് SIക്കും തുടർന്നിപ്പോൾ ASIക്കും സസ്പെൻഷൻ കിട്ടിയിട്ടുള്ളത്. ഈ ASI എന്ന് പറയുന്ന പ്രസന്നൻ ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേലുള്ള നടപടിയാണ് ഇപ്പോൾ ASIയിൽ ലഭിച്ചിട്ടുള്ള സസ്പെൻഷൻ. എന്തായാലും സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കുകയാണ് പോലീസ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭീഷണിപ്പെടുത്തിയത് ASI പ്രസന്നൻ എന്നതാണ്. ഇത് ബിന്ദു തന്നെ നേരത്തെയും പറഞ്ഞിരുന്നു. ഈ 3 പോലീസുകാരിൽ ഒരാളെ SIയും അതിനൊപ്പം തന്നെ മറ്റൊരു പേര് പറഞ്ഞത് ASI പ്രസന്നന്റെ പേരാണ്. ഇത്തരത്തിൽ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഒരാളാണ് ASI പ്രസന്നൻ. ഈ തന്നെ മാനസികമായി പീഡിപ്പിച്ച ഒരാൾ അത് ASI പ്രസന്നനാണെന്ന് ബിന്ദു തന്നെ മാധ്യമങ്ങളോടക്കം പറഞ്ഞതാണ്. എന്തായാലും ASI പ്രസന്നൻ സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പേരൂർക്കട സ്റ്റേഷനിൽ ദളിത് യുവതിയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ 2ാമത്തെ പോലീസ് ഉദ്യോഗസ്ഥന് കൂടി സസ്പെൻഷൻ. ASI പ്രസന്നനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്.